എല്ലാ സഹോദരങ്ങൾക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇന്ന് സോഷ്യൽ മീഡിയ ഒന്നടങ്കം ചർച്ച ചെയ്യുന്ന കാര്യമാണെന്ന് വെച്ചാൽ കൗൺസിലറുടെ വീട്ടിലേക്ക് ഉണ്ടായ പോലീസിന്റെ അതിക്രമത്തെ കുറിച്ചിട്ടാണ്. അതായത് വട്ടിയൂർക്കാവ് BJP കൗൺസിലർ ആയിട്ടുള്ള സുഗതന്റെ വീട്ടിലേക്ക് രാത്രിയിൽ പോലീസ് കടന്നു വരികയും അവരുടെ വീട്ടില് അതിക്രമിച്ച് കയറി എന്നൊക്കെയാണ് പറയുന്നത്. പോലീസ് വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി എന്നാണ് പറയുന്നത്. അതിന് തൊട്ട് മുമ്പായിട്ട് ആകാശത്തേക്ക് വെടിയുതിർത്തു എന്നും ആക്ഷേപമുണ്ട്. അപ്പോൾ ആ ഒരു വീട്ടിൽ ആകെ ഉണ്ടായിരുന്നത് ഈ പറയുന്ന സുഗതൻ എന്ന് പറയുന്ന BJP കൗൺസിലറുടെ ഭാര്യയായ അശ്വതിയും അവരുടെ 8 വയസ്സ് പ്രായവും 14 വയസ്സ് പ്രായവുമുള്ള 2 കുട്ടികളും മാത്രമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് പോലീസിന്റെ ഭാഗത്തു നിന്നും പ്രകോപനപരമായിട്ടുള്ള അന്തരീക്ഷമാണ് ഉണ്ടായത് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ടുള്ള വീഡിയോ ക്ലിപ്പ് വന്നിട്ടുണ്ട്. ഈ ഒരു വീഡിയോ എടുത്തത് ആരാണെന്ന് വെച്ചാൽ പോലീസുകാർ തന്നെയാണ് ആ ഒരു വീട്ടിലേക്ക് കയറി വന്നിട്ട് വീഡിയോ എടുത്തത്. ഓക്കെ, അപ്പോൾ വീഡിയോ എടുത്തതിനെ കുറിച്ചിട്ട് അശ്വതി ചോദിക്കുന്നുണ്ട്. അശ്വതി എന്ന് പറയുന്നത് കൗൺസിലറുടെ ഭാര്യയാണ്. ചോദിക്കുന്ന സമയത്ത് അവരുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ എടുത്തു. പിന്നീട് അശ്വതിയൊക്കെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് പോലീസ് അശ്വതിയെ തല്ലി, കഴുത്തിൽ കിടന്ന മാല വലിച്ചു പൊട്ടിച്ചു കൊണ്ടുപോയി, അങ്ങനെയൊക്കെയുള്ള കുറച്ചധികം അധിക്ഷേപങ്ങളും പറയുന്നുണ്ട്. അത് മാത്രമല്ല പോലീസുകാര് എന്റെ കുഞ്ഞായിട്ടുള്ള 14 വയസ്സുള്ള കുട്ടിയുടെ നേർക്ക് തോക്ക് ചൂണ്ടി എന്നുള്ള ഒരു ഗുരുതരമായിട്ടുള്ള ആക്ഷേപവും പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇവർ പുറത്തു വിട്ട ആ ഒരു വീഡിയോയിലാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. അപ്പൊ അത് തന്നെയാണ് ചില ചാനലുകളിലൊക്കെ വന്നിരുന്നിട്ട് പലരും പറയുന്നത്. ആ പുറത്തു വിട്ട സംഭവത്തിൽ അശ്വതിയെ തല്ലുന്നതോ അല്ലെങ്കിൽ കുഞ്ഞിന് നേരെ തോക്ക് ചൂണ്ടുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ആ പോലീസുകാർ വന്ന ആ ഒരു സംഭവവും പിന്നീട് ആ ഒരു പുള്ളിക്കാരനെ കൊണ്ടുപോകുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. സമൂഹ മാധ്യമങ്ങളെല്ലാം അതിപ്പോ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ആ ഒരു സംഭവം നമുക്ക് കണ്ടിട്ട് വരാം. ജനപ്രതിനിധിയാക്കുന്നതിന് മുമ്പും ശേഷവും ഗുരുതര കുറ്റകൃത്യങ്ങളിൽ നിരന്തരം പ്രതിയായാണ് വാഴോട്ടുകുളം വാർഡ് കൗൺസിലറായ ആർ സുഗതൻ. മാർച്ച് 23 ക്ഷേത്രോത്സവത്തിനിടെ CPM പ്രവർത്തകനെ കമ്പിക്കൊണ്ട് തലക്കടിച്ച കേസിൽ ഒളിവിലായിരുന്നു. ഹൈക്കോടതി ജാമ്യാപേക്ഷ തള്ളിയിട്ടും കീഴടങ്ങാൻ തയ്യാറാകാതിരുന്നതോടെയാണ് ഇന്നലെ രാത്രി 10:30 പോലീസ് വീട് വളഞ്ഞ് പിടികൂടിയത്. സുഗതന്റെ കൂടെയുള്ളവർ പോലീസിനെ പ്രതിരോധിക്കുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഇൻസ്പെക്ടർ വിപിൻ ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റതോടെയാണ് ആകാശത്തേക്ക് വെടിയുതിർത്തത്. അങ്ങനെ പ്രതിഷേധക്കാരെ മാറ്റി സുഗതന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി സെൻട്രൽ ജയിലിലേക്കാക്കി. പോലീസിനെ ആക്രമിച്ചതിന് പുതിയ കേസെടുത്തു. എന്നാൽ പോലീസാണ് ആക്രമിച്ചതെന്ന് ആശുപത്രിയിൽ ചികിത്സ തേടിയ സുഗതന്റെ ഭാര്യ ആരോപിച്ചു. നമ്മളിങ്ങനെ ചോദിച്ചതിന്റെ പേരിലാണ് മോന്റെ ദേഹത്ത് തോക്ക് ചൂണ്ടിയതിനു ശേഷം പുറത്തോട്ട് വെടിവെച്ചത്. എന്നിട്ട് മോനെയും പിടിച്ച് തള്ളിയിട്ടുണ്ട്. എന്റെ മാലയെ പിടിച്ച് വലിച്ചിട്ട് മാല വലിച്ച് പൊട്ടിച്ചത് എവിടെയാണെന്ന് അറിയത്തില്ല. പിന്നെ കവിളിൽ അടിക്കുകയാണ് ചെയ്തത്. ചെവി നല്ല വേദനയുണ്ട്. പിടിച്ച് ചവിട്ടി തള്ളിയിടുകയാണ് ചെയ്തത്. ഞാൻ നടുവിന് ഇടിച്ചാണ്. അപ്പോൾ ശരിക്കും ഇവിടെ പലരും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു വീഡിയോയിൽ പോലീസ് അശ്വതിയെ തല്ലുന്നതായിട്ടോ കുഞ്ഞിന് നേരെ തോക്ക് ചൂണ്ടുന്നതായിട്ടോ അല്ലെങ്കിൽ അവരെ അധിക്ഷേപം പറയുന്നതായിട്ടോ ഉള്ള കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല എന്നാണ്. ശരിക്കും പോലീസുകാരാണ് അത് വീഡിയോ ഷൂട്ട് ചെയ്തത് എന്നുള്ള കാര്യം നമ്മളാരും മറന്നു പോകരുത്. അവര് സ്വന്തമായിട്ട് വന്ന് വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ആക്രമണം കാണിക്കുമ്പോൾ ഇപ്പോൾ അതിനകത്ത് അവർ ഇതുപോലെയുള്ള സംഭവങ്ങളൊന്നും ഉൾപ്പെടുത്തില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയല്ലേ. ഇനി എങ്ങാനും അവരത് വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിലും അത് അവരെ എഡിറ്റ് ചെയ്യാതെ കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ബുദ്ധിയില്ലാത്തവരാണോ കേരള പോലീസ് എന്ന് ചോദിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും വല്ലാത്ത മോശമായി പോയി എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. അതായത് അശ്വതിയുടെ കഴുത്തിൽ കിടക്കുന്ന മാല വലിച്ചു പൊട്ടിച്ചു എന്നൊക്കെ തന്നെ പറയുമ്പോൾ അത് തന്നെ ഒരു ഗുണ്ടായിസം തന്നെയാണ്. പിന്നീട് ആ കുട്ടിയുടെ നേർക്ക് ബാക്കിയൊക്കെ പോട്ടെ എന്ന് വെക്കാം, എന്നാൽ പോലും ആ ഒരു ചെറിയ കുഞ്ഞിന് നേർക്ക് തോക്ക് ചൂണ്ടിയിട്ടുണ്ടെങ്കിൽ അത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതൊന്നും ഒരിക്കലും വകവെച്ച് കൊടുക്കാൻ പോലും പറ്റുന്ന ഒരു കാര്യം തന്നെയല്ല എന്ന് കൂടി പറയട്ടെ. അപ്പോൾ ഇവിടെ പറയാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് വെടിവെച്ചതിനെ പറ്റിയിട്ട് പോലീസുകാർ പറയുന്ന ഒരു ന്യായമുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ വെടിവെക്കാതിരിക്കാൻ പറ്റില്ലായിരുന്നു. കാരണം ഈ പറയുന്ന പുള്ളിക്കാരനുണ്ടല്ലോ സുഗതൻ എന്ന് പറയുന്ന BJP കൗൺസിലർ, അപ്പൊ അയാൾ കാപ്പ കേസിലെ പ്രതിയാണെന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അയാൾക്കുള്ള കൂട്ടാളികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പോലീസിന് നേരെ ആക്രമണം അഴിച്ചുവിടാൻ തുടങ്ങിയ സമയത്താണ് ആകാശത്തിലേക്ക് വെടിവെച്ചത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും എനിക്ക് ഈ ഒരു വിഷയത്തിൽ ചോദിക്കാനുള്ളത് മറ്റൊരു ചോദ്യമാണ്. അപ്പോൾ കാപ്പ കേസിലെ പ്രതിയാണ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അയാൾ കാപ്പ കേസിലെ പ്രതി അല്ല എന്നാണ് ഈ പറയുന്ന കൗൺസിലറുടെ ഭാര്യ പറയുന്നത്. അത് മാത്രമല്ല ഒട്ടുമിക്ക ആൾക്കാരും അതേക്കുറിച്ച് പറയുന്നതൊക്കെ നമ്മൾ ചാനൽ വഴി കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു വിഷയത്തിൽ നമ്മുടെ തിരുവനന്തപുരം മേയറായിട്ടുള്ള VV രാജേഷിന്റെ പ്രതികരണം കൂടി കേൾക്കാം. അദ്ദേഹം പറയുന്നുണ്ട് ഈ പറയുന്ന പുള്ളിക്കാരൻ കാപ്പ കേസ് പ്രതിയാണോ അല്ലയോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അത് വലിയൊരു വീഡിയോ തന്നെയാണ്. അത് എന്തായാലും നമുക്ക് കേട്ടിട്ട് വരാം. എന്നെ ബോധ്യപ്പെടുത്തട്ടെ, അദ്ദേഹത്തെ കാപ്പ കേസിൽ പ്രതിയാകുന്ന രേഖകൾ കാണിക്കട്ടെ. കാപ്പ കേസിൽ ഒരു വ്യക്തിയെ പ്രതിയാക്കുന്നതിന് മുൻപ് അതിന്റെ കുറെ നോക്കൂ, അദ്ദേഹത്തെ വിളിക്കണം, അദ്ദേഹത്തിന്റെ ഭാഗം കേൾക്കണം. അതോടൊപ്പം തന്നെ ബോണ്ട് വയ്ക്കേണ്ടതായിട്ടുണ്ട്, അതിനുമുമ്പ് ജാമ്യത്തിൽ വിടേണ്ടതായിട്ടുണ്ട്, നിരീക്ഷണത്തിൽ വയ്ക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്. അതിലേതെങ്കിലും ഒരു ഘടകം കംപ്ലൈന്റ് ചെയ്തതായിട്ട് കാണിക്കട്ടെ. കാപ്പ കേസിൽ ഒരു വ്യക്തിയെ പെടുത്തിയാൽ അദ്ദേഹത്തെ അറിയിക്കണമെന്ന് രേഖാമൂലം
അത് കാണിക്കട്ടെ. അതൊന്നുമില്ലാതെ പാതിരാത്രിയിൽ ഒരു വീട്ടിൽ കയറി അദ്ദേഹം ആ കൗൺസിലർ കാപ്പ കേസ്. അപ്പോൾ ഇവിടെ നമ്മുടെ മേയർ പറയുന്നത് എന്ന് പറഞ്ഞാൽ കാപ്പ കേസിലെ പ്രതിയൊന്നും അല്ല, അഥവാ അങ്ങനെയാണെങ്കിൽ അതിലുള്ള തെളിവ് കാണിക്കട്ടെ എന്നാണ് പറയുന്നത്. പോരെങ്കിൽ ഇദ്ദേഹം മേയർ കൂടിയാണ്, എന്നിട്ട് പോലും ഈ സമയം വരെയും കാപ്പ കേസിലെ പ്രതിയാണ് എന്നതിനുള്ള യാതൊരു വിധത്തിലുള്ള തെളിവുകളും കാണിച്ചിട്ടില്ല. രാഷ്ട്രീയ പക പോക്കുന്നതാണ് എന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ എന്തായാലും ഇദ്ദേഹം കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെല്ലാം കൂടി നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കുകയില്ല. അപ്പോഴും എൻ്റെ ഒരു ഡൗട്ടാണ്, കാരണം നമ്മൾ ഇന്ത്യയിൽ തന്നെയാണല്ലോ ജീവിക്കുന്നത്. ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം ജനാധിപത്യ രാജ്യമാണല്ലോ, ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയത്തില് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ നമുക്കുള്ള അഭിപ്രായങ്ങള് നമുക്കുള്ള അഭിപ്രായങ്ങള് നിയമത്തിനുള്ള പരിധിക്കുള്ളിൽ നിന്നും നമുക്ക് പറയാനുള്ള നമ്മുടെ അഭിപ്രായങ്ങള് നിയമത്തിന്റെ പരിധിക്കുള്ളിൽ നിന്നും സഭ്യമായ ഭാഷയിൽ സംസാരിക്കുന്നതിൽ തെറ്റില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ആ ഒരു വിശ്വാസത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ എനിക്കൊരു ഡൗട്ട് ഞാൻ പറയുകയാണ്. അപ്പോൾ അതേക്കുറിച്ചിട്ട് പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ കേൾക്കുന്നവർക്കുള്ള അഭിപ്രായങ്ങളും കൂടി നിങ്ങൾ പറയണം കേട്ടോ. മറ്റൊന്നുമല്ല, നമ്മുടെ മുൻ മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയൻ അവர்களுടെ ഒരു കേസ് ഇപ്പൊ ഈ അടുത്ത സമയത്ത് ഉണ്ടായിരുന്നല്ലോ, മാസപ്പടി കേസ്. അപ്പൊ ആ ഒരു കേസിന്റെ ഭാഗമായിട്ട് ED വന്ന സമയത്ത് EDയുടെ വാഹനത്തെ 3 കാറുകളിലായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ആ കാറുകളെ അതിക്രൂരമാവണ്ണം CPM പ്രവർത്തകര് തല്ലി പൊളിക്കുന്നതും വാഹനത്തിന്റെ ചില്ല് വരെ അടിച്ചു തകർക്കുന്നതും ആ വാഹനത്തിനുള്ളിൽ ഉണ്ടായിരുന്ന ഒരാളുടെ കണ്ണില്, അതായത് ഡ്രൈവറിന്റെ കണ്ണിലേക്ക് വണ്ടിയുടെ ഗ്ലാസ് കുത്തിക്കയറി എന്നൊക്കെയാണ് ആ ഒരു സമയത്ത് വാർത്ത നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. അപ്പൊ ആ ഒരു സമയത്ത് പോലീസുകാരുണ്ടായിട്ട് പോലും അന്തം വിട്ട് കുന്തം ഇഴുങ്ങിയണക്ക് നിൽക്കുന്ന ഒരു പ്രവൃത്തിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ന്യൂസ് ചാനലിലൂടെ കണ്ടതാണ്, നിങ്ങളൊക്കെ പുറത്തു വിട്ടതാണ് അത്തരത്തിലുള്ള വാർത്തകളും കാര്യങ്ങളും ഒക്കെ. അന്നുണ്ടായിരുന്ന പോലീസുകാരുടെ ആരുടെയും ഒരാളുടെ പോലും തോക്കിനുള്ളിൽ ബുള്ളറ്റ് ഇല്ലായിരുന്നോ എന്നാണ് എൻ്റെ ഒരു ഡൗട്ട് കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വീട്ടിലേക്ക് ഭാര്യയും ഭർത്താവും 2 കുട്ടികളും മാത്രമുള്ള ഒരു വീട്ടിലേക്ക് അതിക്രമിച്ച് കടന്നിട്ട് ആ ഒരു പ്രതിയെ കീഴടക്കുന്നതിന് വേണ്ടിയിട്ട് ആകാശത്തേക്ക് വെടിവെച്ചു എന്ന് പറയുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ തന്നെ സേനയായിട്ടുള്ള ED പോലുള്ള ഒരു അന്വേഷണ സംഘം നമ്മുടെ കേരളത്തിൽ വന്നിട്ട് അവരെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ തോക്ക് എന്തുകൊണ്ട് ഉപകരിച്ചില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിന് പിന്നിലുള്ള യാഥാർത്ഥ്യം എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും ആ ഒരു സമയത്താണ് ആകാശത്തേക്ക് ഒരു വെടിയെങ്കിലും പൊട്ടിച്ചിരുന്നതെങ്കിൽ അതിനൊരു അന്തസ് ഉണ്ടായിരുന്നേനെ എന്നാണ് എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ ഒരു വിഷയത്തിൽ നമ്മൾ വാനോളം പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ രമേശ് ചെന്നിത്തല അവർ വന്നിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കേട്ടിട്ട് വരാം. വർഷം ഗുണ്ടകളുടെ പർദീസയായിരുന്നു കേരളം. ഒരു കാരണവശാലും ഒരു ഗുണ്ടയെയും ജനങ്ങളുടെ ജീവിതത്തെ വെല്ലുവിളിക്കാൻ അനുവദിക്കില്ല. അത് കാപ്പാപ്രതിയാണെങ്കിലും അല്ലാത്ത പ്രതികളാണെങ്കിലും അവർക്ക് നിർദാക്ഷിണ്യം പോലീസിന്റെ നടപടി ഉണ്ടാകും. ഗുണ്ടകളുടെ പർദീസയായി കേരളത്തെ മാറ്റി ആ കാലം അവസാനിച്ചിരിക്കുന്നു. അതിന് കർട്ടൻ വീണിരിക്കുന്നു. ഈ ഗവൺമെന്റ് ഒരു ഗുണ്ടകളുടെയും പ്രവർത്തനത്തെ അനുവദിച്ചു കൊടുക്കില്ല. ജനങ്ങൾക്ക് വേണ്ടത് സ്വൈര ജീവിതമാണ്. ആ സ്വൈര ജീവിതം ഉറപ്പാക്കിയാണ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതല, ഈ ഗവൺമെന്റിന്റെ ചുമതല. അതുകൊണ്ട് ഗുണ്ട എവിടെയുണ്ടെങ്കിലും ആ ഗുണ്ടാപ്പണി നിർത്തിക്കൊള്ളുക. നിയമപാലകർ അവരുടെ പിന്നിലുണ്ടാകും. അതുകൊണ്ട് ഇന്നലെ ആകാശത്തെ വെടിവെച്ച് ഗുണ്ടയെ പിടിച്ചെങ്കിൽ ആ പോലീസ് ഉദ്യോഗസ്ഥരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം അതാണ് വേണ്ടത്. ജനങ്ങളുടെ ജീവിതം സ്വൈര്യമായി മുന്നോട്ട് കൊണ്ടുപോകുക, ക്രമസമാധാന നില പാലിക്കുക. ഗുണ്ടകളല്ല, പോലീസുകാരുണ്ട് നിയമം പാലിക്കാൻ. അതിന് ഗുണ്ടകളല്ല വേണ്ടത്. ഒരു സംശയവും വേണ്ട. അത്തരം ഗുണ്ടകൾക്ക് യാതൊരു വിധത്തിലും സ്വൈര ജീവിതത്തെ തകർക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. അത് പോലീസ് സർക്കാർ അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. DGP ആയിട്ടും AG ആയിട്ടും DGP ആയിട്ടും ആലോചിച്ച് അവർ സത്വര നടപടികൾ സ്വീകരിക്കും. അല്ല, ഒരു കാര്യം ഞാൻ പറയാം, അങ്ങനെയൊന്നും പോലീസിന്റെ മനോവീര്യത്തെ തകർക്കണ്ട. ഒരു പ്രതിയെ ചെന്ന് പിടിക്കാൻ ചെല്ലുമ്പോൾ അവിടെ ആളുകൾ കൂടി പോലീസിനെ തടസ്സപ്പെടുത്തുന്ന നടപടി ശരിയാണോ? ആരും തോക്കുന്നു അങ്ങനെയൊന്നും സംഭവം ഉണ്ടായിട്ടില്ല. ഇവിടെ ഒരു കാര്യം ഞാൻ പറയാം, ഗുണ്ടകളല്ല കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. ഗുണ്ടകളും കാപ്പാപ്രതികളും സ്വൈരവിഹാരം നടത്താമെന്ന് വിചാരിക്കേണ്ട. അതൊക്കെ നിയന്ത്രിക്കാൻ പോലീസോടുണ്ട്. അതിന് കള്ളക്കഥകൾ മെനഞ്ഞ് പോലീസിന്റെ ആത്മവീര്യം തകർക്കാൻ അനുവദിക്കില്ല. ആരാണ് BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഏത് പാർട്ടിയാണെങ്കിലും അവർ നിയമം പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. നിയമം ആര് പറഞ്ഞാലും ശരി, നിയമത്തിന്റെ വഴിക്ക് പോകും. ഇതൊക്കെ കോടതിക്ക്, പോലീസിന്റെ എല്ലാ ആക്ഷനും കോടതിയുടെ നിരീക്ഷണത്തിലും സ്കൂട്ടണിക്കും വിധേയമാണ്. അതൊക്കെ പോലീസും കോടതിയും നോക്കിക്കോളും. 10 വർഷം ഗുണ്ടകളുടെ പർദീസയായിരുന്നു കേരളം. ഒരു കാരണവശാലും അദ്ദേഹത്തിന്റെ ഈ നിലപാട് വളരെ നല്ല കാര്യം തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെ സ്വാഗതാർഹമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഗുണ്ടകളെ നിന്നും ഒരു തരത്തിലും വെറുതെ വിടേണ്ട കാര്യമില്ല. തെറ്റ് ചെയ്യുന്നവർ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. പക്ഷേ എന്നാൽ പോലും പോലീസ് ഈ ഒരു വിഷയത്തിൽ കാണിച്ച നിലപാടിനോട് അങ്ങ് എന്തുകൊണ്ടാണ് ക്ലാപ്പ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം 2 കുഞ്ഞുങ്ങളെ കൂടി ഓർക്കണം. ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ വനിതാ പോലീസ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അവരെ എന്തിനാണ് നമ്മൾ വെക്കുന്നത്? സ്ത്രീകളുള്ള വീട്ടിലേക്ക് അതിക്രമിച്ച് കടന്ന് ചെല്ലുന്ന സമയത്ത് വനിതാ പോലീസ് കൂടെ ഉണ്ടാവേണ്ട ഒരു കാര്യമില്ലേ? അപ്പൊ അത് ചെയ്യാതിരുന്നത്, വനിതാ പോലീസിനെ കൊണ്ടുവരാതിരുന്നത് തെറ്റ് തന്നെയല്ലേ? അപ്പൊ അത് എന്തുകൊണ്ടാണ് താങ്കൾ ചൂണ്ടിക്കാണിക്കാത്തതെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ എന്തായാലും തെറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പറയുക തന്നെ ചെയ്യും. ഈ പറയുന്ന നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയെ നമ്മൾ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്ത് ഇന്ന് രാവിലെ കൂടി നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ള ഒരാളാണ്. പക്ഷേ എന്നാൽ പോലും ഈ ഒരു വിഷയത്തിൽ ഇദ്ദേഹം ഇങ്ങനെ പ്രതികരിച്ചത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. തെറ്റ് കാണിക്കുന്നവരെ നമ്മൾ ശിക്ഷിക്കുക തന്നെ വേണം. അതിന് ഒരിക്കലും രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ചിഹ്നം നോക്കേണ്ട ഒരു കാര്യമില്ല എന്ന് മാത്രമേ ഈ ഒരു കാര്യമായിട്ടുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഭാര്യയും 2 കുഞ്ഞുങ്ങളും അടങ്ങുന്ന 4 പേര് മാത്രമാണ് ആ ഒരു വീട്ടിൽ. അപ്പോൾ എനിക്ക്
എനിക്ക് തോന്നുന്നു ആ ഒരു സമയത്ത് വേറൊരു ലേഡിയും കൂടി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ 4, 5, 6 പേര് ഉള്ള ഒരു വീട്ടിലേക്ക് കയറി വരുന്നതിന് പോലീസ് എന്തിനാണ് ഇത്രയധികം പ്രഹസനങ്ങൾ കാണിക്കേണ്ടിയിരുന്നതെന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും തോക്കൊക്കെ കയ്യിലുണ്ട് എന്ന് മനസ്സിലാക്കി തന്നതായിരിക്കാം. എന്തായാലും അങ്ങനെ തോക്ക് കയ്യിലുള്ളതിന്റെ ആ ഒരു ആംബിയർ കാണിക്കേണ്ടിയിരുന്നത് ശരിക്കും അന്ന് നമ്മുടെ ED വന്ന സമയത്ത് നമ്മുടെ CPM പ്രവർത്തകർ കാണിച്ചിട്ടുള്ള കുറച്ച് അധികം കോപ്രായങ്ങൾ ഉണ്ടല്ലോ. അപ്പോൾ അത് കാണിച്ച സമയത്ത് ശരിക്കും അവരായിരുന്നില്ലേ അക്രമാസക്തരായിട്ട് നമ്മുടെ EDയുടെ വാഹനങ്ങൾ വരെ തല്ലിപ്പൊളിച്ചിട്ടത്. അപ്പോൾ ആ ഒരു സമയത്തായിരുന്നു പോലീസ് ഉണ്ട എടുത്ത് പൊക്കി വെടിവെക്കേണ്ടിയിരുന്നത്. എനിക്ക് തോന്നുന്നു ആ സമയത്ത് നമ്മുടെ പോലീസിന്റെ കയ്യിൽ ഉണ്ട ഇല്ലായിരുന്നിരിക്കണം. അപ്പോൾ എന്തായാലും ഈ വിഷയത്തെ കുറിച്ചിട്ട് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ഇട്ടേക്കുക. എപ്പോഴും എനിക്ക് പറയാനുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ, കമന്റ് ബോക്സിൽ വരുന്ന ആളുകൾ നിങ്ങളുടെ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കിയിട്ടായിരിക്കരുത് കമന്റ് ഇടേണ്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾ കാണാറില്ലേ? ഞാൻ ഇപ്പോഴത്തെ നമ്മുടെ രാഷ്ട്രീയ പാർട്ടിക്കാരെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ആണ്, എന്നിട്ട് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്തല്ലേ ഞാൻ വീഡിയോകൾ ചെയ്യുന്നത്. എന്നാൽ അവരുടെ തെറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ തെറ്റെന്ന് തന്നെ ഞാൻ പറയും. ശരിക്കും ഞാനിവിടെ ഒരു CPM അനുഭാവിയോ കോൺഗ്രസ് അനുഭാവിയോ ഒന്നുമല്ല. പക്ഷേ എന്നാൽ പോലും എന്റെ കണ്ണിൽ തെറ്റായിട്ട് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ തെറ്റായിട്ട് പറയും, ശരിയാണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് തന്നെ പറയും. പിന്നീട് ഒരു കാര്യമുണ്ട്, UP നമ്മുടെ ആദിത്യനാഥിന്റെ പോലീസുകാർ മുട്ടിന് താഴെ വെടിവെക്കുമ്പോൾ കേരളത്തിൽ നമ്മുടെ ചെന്നിത്തലയുടെ പോലീസുകാർ ആകാശത്തേക്കെങ്കിലും വെടിവെക്കണ്ടേ അല്ലേ? അപ്പോൾ എന്തായാലും വെടിവെക്കുന്നതൊക്കെ നല്ലത് തന്നെ. മുട്ടിലായാലും ക്രിമിനൽസുകളെയൊക്കെ ഒതുക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ നെഞ്ചത്ത് തന്നെ വെടിവെച്ചാലും ക്രിമിനൽസ് ആണെങ്കിൽ നമുക്ക് ആർക്കും ഒരു പരാതിയില്ല, ഒരു പ്രശ്നവുമില്ല. അതിനെ നമ്മൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക തന്നെ ചെയ്യും. പക്ഷേ ഭാര്യയും 2 കുട്ടികളും ഉള്ള ഒരു വീട്ടിലേക്ക് പോലീസ് രാത്രി കടന്നു ചെല്ലുമ്പോൾ ഒരു വനിതാ പോലീസിനെ പോലും കൊണ്ടുവരാതിരിക്കുന്നത് ഒരിക്കലും ക്ലാപ്പ് ചെയ്യാനായിട്ട് പറ്റുന്ന കാര്യമില്ല. കാരണം ഇന്ന് അവർക്ക് നേരെയാണെങ്കിൽ നാളെ നമുക്ക് നേരെയും ഇതുപോലെ ഉണ്ടാകില്ല എന്നൊന്നും നമുക്ക് തീർച്ചപ്പെടുത്താൻ സാധിക്കുകയില്ലല്ലോ. അപ്പോൾ എന്തായാലും കൂടുതലായിട്ട് ഒന്നും പറയാനില്ല. വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ഇട്ടേക്കുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക് തരിക. വീഡിയോ ഇഷ്ടപ്പെടുന്നവരൊക്കെ തീർച്ചയായും ലൈക്ക് അടിക്കണം. പിന്നെ നമ്മുടെ വീഡിയോ കാണാൻ താല്പര്യമുള്ള ആളുകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ഒരു ബെല്ലൈക്കൺ കൂടി ഒന്ന് ഓണാക്കി ഇട്ടേക്കുക. എന്നാൽ മാത്രമേ നമ്മുടെ യൂട്യൂബിന്റെ അൽഗോരിതം ശരിക്കും വർക്ക് ആവുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒന്നും കറക്റ്റായിട്ട് നിങ്ങളിലേക്ക് എത്തുകയില്ല. അപ്പോൾ എന്തായാലും രാഷ്ട്രീയ പാർട്ടി ഒന്നും നോക്കാണ്ട് വേണം കമന്റ് ഇടാനായിട്ടുള്ളത്. നമ്മളങ്ങനെയാണ്, നമ്മൾ ഒരു വീഡിയോ ചെയ്യുമ്പോഴും ആരുടെയും പാർട്ടിയോ മതമോ ഒന്നും നോക്കിയല്ല സംസാരിക്കുന്നത്. തെറ്റെവിടെ തെറ്റായിട്ട് പറയും, ശരിയാണെങ്കിലും ശരിയായിട്ട് പറയും, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും ബൈ.